ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഗ്ഫിറത്തിന്റെ 10 വന്നു കഴിഞ്ഞാൽ ഒരുപാട് അമലുകളൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകമായിട്ട് ദിക്ർ വർദ്ധിപ്പിക്കാം. മഗ്ഫിറത്തിന്റെ 10 നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കാം. ഏത് ദിക്റാണെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹ്. ഏതാ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ വർദ്ധിപ്പിക്കാം. അവിടെ ഉള്ളിലൊരു ചിന്ത വേണം കേട്ടോ, എൻ്റെ റബ്ബേ, നിന്റെ ആ മഗ്ഫിറത്തിന്റെ വലിയൊരു പദവിയുണ്ട്, ആ പദവി എനിക്ക് തരണം, അത് കിട്ടുമ്പോഴേ എൻ്റെ പാപം പൊറുക്കും. ആ ഒരു സീല എൻ്റെ ലൈഫിന് നീ വെച്ച് തന്നാൽ എൻ്റെ പാപം പൊറുക്കും. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കൽ മാത്രമല്ലേ? അങ്ങനെയല്ലത്. ഒരുപാട് ചിന്തിച്ചിട്ട് പഠിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കൽ മാത്രമല്ല, ഒരുപാട് ദിക്റുകൾ ഈ മഗ്ഫിറത്തിന് വേണ്ടിയുള്ളത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെ ഒക്കെ പറയുന്നുണ്ട്. മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുള്ള അമലുകൾ എത്ര നല്ലോണം അദബുകൾ പാലിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മഗ്ഫിറത്ത് കിട്ടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഹദീസ്, മൻ തവല്ല ഫഅക്കല, ഒരാള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും വായും കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചില ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ആ ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നനച്ചു കൊടുക്കണം. എന്തോന്ന് ഈ 3 വിരൽ ഈ 5-6 വിരൽ ഇങ്ങനെ നനച്ചിട്ട് ഓടി വരണം. അങ്ങനെയല്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും വായും കുപ്പിളിച്ച് കഴുകണം. കയ്യും വായും കഴുകിയിട്ട് ഭക്ഷണം കഴിച്ച് ശേഷം അൽഹംദുലില്ലാഹ് എന്ന ദിക്റും പറഞ്ഞ് പിന്നെയും കയ്യും വായും കഴുകിയ അവന്റെ എല്ലാ പാപവും ആ ഭക്ഷണം കഴിച്ച വഴി പൊറുക്കും, അവന് മഗ്ഫിറത്തിന്റെ പദവി കിട്ടുമെന്ന് എന്റെ വകയല്ല, സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം അബൂദാവൂദ് എടുത്ത സുനനിലെ ഹദീസ് പറയുന്നുണ്ട്. ഇന്ന് മുതൽ ആ സുന്നത്ത് കളയോ? ഞാനിപ്പോ പാത്രം കഴുകി കഴിഞ്ഞ് വന്ന വഴി ഉസ്താദ് തുണി അലക്കിയിട്ടോ, ഈ കയ്യിലൊന്നും ചെളിയില്ല. ചെളി ഉണ്ടെന്നല്ല പറഞ്ഞത്. ഒരു പഴം തൊലി പൊളിച്ച് കഴിക്കാണ്. ഒരു പഴം തൊലി പൊളിച്ച് കഴിക്കുന്നു. ഏത് കൈയിലാണ് ഇപ്പൊ പഴം പിടിക്കേണ്ടത്? ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് തൊലി പൊളിക്കുന്നു. എന്നിട്ട് ആ പഴം എന്ത് ചെയ്യണം? വലത്തെ കൈയിലേക്ക് പിടിക്കണം. ആദ്യം ഇരിക്കണം. എന്നിട്ട് ഒരു കടി അത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പഴവും വെള്ളവും കൂടി അടുത്തടുത്ത് കഴിക്കരുത്. പഴവും വെള്ളവും ഒരുമിച്ച് കഴിക്കരുത്. പഴവും വെള്ളവും ഒരുമിച്ച് കഴിക്കരുത് എന്ന് മഹാനായ തഴവയുടെ മവാഹിബുൽ ജലിയയിൽ പറയുന്നുണ്ട്. അതുപോലെ മീനും മത്സ്യവും മുട്ടയും ഒരുമിച്ച് കഴിക്കരുത്. ആരോഗ്യപരമായ പ്രശ്നമുണ്ട്. അതൊക്കെ അങ്ങനെ ഉണ്ടാക്കുക ഒരു കുന്തവിശ്വാസമല്ല. അങ്ങനെയൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? മീനും ഇറച്ചിയല്ല കേട്ടോ, മീനും മുട്ടയും ഒരുമിച്ച് കഴിക്കരുത്. അതുപോലെ രാത്രി സമയങ്ങളിൽ തൈര് കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? തെക്കൻ കേരളത്തിൽ അത് വളരെ വ്യാപകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. തൈര് രാത്രി കഴിക്കില്ല. കാരണം രാത്രി തൈര് കഴിച്ചാൽ, രാത്രിയിൽ വിഷം തീണ്ടിക്കഴിഞ്ഞാൽ, രാത്രി സമയത്ത് രക്തത്തിന്റെ വേലി ഏറ്റത്തിന്റെ ഒരു പ്രത്യേക ഒരു പിരീഡ് രാത്രി സമയം. രാത്രി സമയത്ത് വിഷം തീണ്ടിക്കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് സംഭവിക്കും തൈര് കഴിച്ച മനുഷ്യന്. അതുകൊണ്ട് തൈര് കഴിക്കരുത്. മോരുന്നും തൈരെന്നൊക്കെ പറയും, അത് കഴിക്കരുത് രാത്രി. അങ്ങനെയാണ്. ചൂല് പിടിച്ച കൈ കഴുകാതെ എവിടെയും തൊടരുത്. ചൂല് പിടിച്ച കൈ കഴുകാതെ. പാല് കുടിച്ചാൽ വായ കഴുകാതെ പോവരുത്. കാരണം പാല് കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും പല രീതിയിലുള്ള സാധനങ്ങളായ അതിനൊരു കെമിക്കൽ സ്വഭാവം വരും. പാല് കഴിച്ചാൽ പാല് കഴിച്ച ശേഷം വായ കഴുകണം, നന്നായിട്ട് കഴുകണം. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഷൂ പോലെയുള്ളത്, തഴവയുടെ പൈത്തടതൊക്കെ പാടുന്നില്ല. ഷൂ പോലെയുള്ളത് കൊട്ടിക്കളഞ്ഞിട്ടേ കാലിൽ ധരിക്കാവൂ. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഷൂ പോലെയുള്ളത്. അതുപോലെ കൂജയുടെ വാലിലൂടെ വെള്ളം കുടിക്കരുത്, നേരെ വായിലേക്ക് കുടിക്കരുത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു പഴം തിന്നാണെങ്കിൽ പോലും, ഒരു പഴം തിന്നാണെങ്കിൽ നമ്മൾ കൈ കഴുകേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കയ്യില ആവണില്ലല്ലോ ഉസ്താദേ. കയ്യും വായും കഴുകണം. അത് സുന്നത്താണ്. ആഹരിക്കുന്ന എന്തിനും കയ്യും വായും കഴുകൽ സുന്നത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അദബുകൾ പാലിച്ച് ഭക്ഷണം കഴിച്ചാലും നിനക്ക് മഗ്ഫിറത്തിന്റെ പദവി കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ നിരന്തരമായ പല കാര്യങ്ങളും നമ്മുടെ അമലിലേക്ക് ചേർത്ത് തന്നിട്ടുണ്ട്.
നമുക്ക് മഗ്ഫിറത്തിന്റെ പദവി കിട്ടാൻ വേണ്ടിയിട്ട്. കേട്ടോളൂ, മഗ്ഫിറത്തിന്റെ 10 ഇസ്തിഗ്ഫാറിന്റെ ദിക്റുകൾ ഞാൻ പറയാം. ഒന്നാമത്തേത് കേട്ടോളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആ ദിക്ർ മഗ്ഫിറത്തിന്റെ 10 എന്തായാലും ഉണ്ട്. മറ്റ് 2 10 അതുണ്ട്. മഗ്ഫിറത്തിന്റെ 10 ഒന്നാമത്തെ ദിക്റാണത്. മഗ്ഫിറത്തിന്റെ 10 രണ്ടാമത്തെ ദിക്ർ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. രണ്ടിന്റെ അർത്ഥം പറയാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചവനെ, ആരാധ്യൻ നീയല്ലാതെ മറ്റാരുമില്ല. നിന്നോട് ഞാൻ മഗ്ഫിറത്തിന്റെ പദവി തേടുന്നു. വഅസ്അലുക്കൽ ജന്ന. വസ്അലുക്കൽ ജന്ന എന്നാണ് ചേർത്ത് പറയുമ്പോൾ പറയുന്നത്. വസ്അലുക്കൽ ജന്ന, അലിഫ് വസ്ലിന്റെ അലിഫാണ്. വസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ. എന്തർത്ഥം? നരകത്തെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. പിന്നെ പറഞ്ഞത് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. സർവ്വലോക സംരക്ഷകനായ തമ്പുരാൻ, എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. മൂന്നാമത് മഗ്ഫിറത്തിന്റെ 10 മൂന്നാമത്തെ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. ഈ ദിക്ർ ഏത് ദിക്ർ ഏറ്റവും അറ്റ്ലീസ്റ്റ് ഏത് ദിക്ർ കൂടുതൽ ചൊല്ലണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇപ്പോ 3 ദിക്ർ പറഞ്ഞു. നാലാമത്തെ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് പാപം പൊറുക്കാനുള്ള ദിക്റാണ്. അത് വലിയ പവറുള്ള ദിക്റാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറത്തു വന്നത് ആ ദിക്ർ ചൊല്ലിയപ്പോഴാണ്. 4 ദിക്ർ ഇപ്പൊ പറഞ്ഞു. ബാക്കി ഇതിനു ശേഷം പറയാം. ഏതായാലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് വലിയ ശ്രേഷ്ഠതയുള്ളതാ. അറ്റ്ലീസ്റ്റ് 100 നമ്മൾ പറഞ്ഞിരിക്കണം. മഗ്ഫിറത്തിന്റെ 10 പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കരിച്ച ശേഷം 100 വട്ടം ചൊല്ലിക്കോ. ശ്രേഷ്ഠതകൾ ഏറെയാ. പുണ്യ റമദാനിൽ തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ. പുണ്യ റമദാനിൽ നമുക്ക് ളുഹാ നിസ്കാരമുണ്ടല്ലോ. ഈ 2 നിസ്കാരങ്ങൾക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എത്ര വട്ടം? 100 വട്ടം ചൊല്ലിക്കോ. അതിന്റെ കോഴ്സ് 100. അതിന്റെ കോഴ്സ് 100. കേട്ടോളൂ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലുക എന്നത് ചില രോഗങ്ങൾക്ക് പരിഹാരമാ. മഗ്ഫിറത്തിന്റെ 10 ദിക്റാണിത്. എന്റെ കൂടെ ഇങ്ങ് പോരണം. ഏത് ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ. ഉറക്കം വരുന്നുണ്ടോ? എന്റെ കൂടെ അങ്ങ് പോരൂ. ഏത് ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ. അത് ചില രോഗങ്ങൾക്ക് പരിഹാരമാ. യുഅദ്ദുൽ ഇസ്തിഗ്ഫാറു ദവാഅൻ ലികുല്ലി നഫ്സിൻ ലാഖത് ബിഹൽ ഹയാതു വഅസ്ഖലത്ഹാ ബിൽ ഹുമൂമി വൽ അഹ്സാൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഏത് രോഗത്തിനാണെന്നറിയുമോ? ടെൻഷനാണ്, 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 ദുഃഖമാണ്. ദുഃഖമെന്ന രോഗം, മനസ്താപമെന്ന ടെൻഷൻ എന്ന രോഗത്തിന് പരിഹാരമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ. ഈ ദിക്ർ പാപങ്ങൾ കഴുകാൻ അവസരമാണ്. വകാന മിൻ ഫളില്ലാഹി അലൈനാ അൻ ജഅല ലനൽ ഇസ്തിഗ്ഫാറ ലിനൽജഅ ഇലൈഹി ലിനുഗ്സില അൻഫുസനാ വഖുലൂബനാ മിനൽ ദുനൂബി വൽ മആസി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കുന്ന ആളുടെ അവയവങ്ങൾ ഭാവിയിൽ തെറ്റ് ചെയ്യാൻ അറപ്പ് കാണിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ 100 ദിവസവും പതിവാക്കുന്ന ആളുടെ കയ്യും കാലും കണ്ണും കാതും തെറ്റിലേക്ക് പോവാതെ മടി കാണിച്ചു മാറി നിൽക്കുന്നു. അവയവങ്ങളെ, കൽബിനെ തെറ്റിൽ നിന്നും കഴുകാൻ ഈ ദിക്ർ മതി എന്ന് മഹാന്മാര് പറയാം. ഇതിന്റെ കോഴ്സ് 100 വട്ടമാണ്. 100 വട്ടം എന്നത് അതിന്റെ ഒരു കോഴ്സാണ്. കേട്ടോളൂ, ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്. 100 വട്ടമായി ഇത് ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ പറയുന്നത് ഏത് ദിക്റിനെ കുറിച്ചാണ്? മഗ്ഫിറത്തിന്റെ 10 പ്രധാന ദിക്റായ 4 പറഞ്ഞു അല്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റാണ്. ഇനിട്ട് പറയാൻ ഞാൻ പിന്നെ പറയാം. 4 ഓർമ്മയിൽ വേണം. 1 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്സലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. 2 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 4 അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഈ അസ്തഗ്ഫിറുല്ലാഹ് എല്ലാത്തിലും ഉണ്ട്.
കേട്ടോളൂ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസാൻ നബി ബുർദത്ത് റളിയല്ലാഹു അൻ റജുലിൻ ഖാല ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവോട് മഗ്ഫിറത്തിന്റെ പദവി തേടിക്കോ. അതായത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നത് ചൊല്ലിക്കോ. വതൂബൂ ഇലൈഹി, അത് ചൊല്ലുമ്പോൾ ഖൽബിൽ തട്ടി ചൊല്ലിക്കോ. കൽബിൽ തട്ടിച്ചൊല്ലിക്കോ. ഒന്ന് കണ്ണടച്ച് പിടിച്ചിട്ടങ്ങ് ചൊല്ലാ, അല്ലാഹുവേ ഈ ദിക്ർ ചൊല്ലുമ്പോ നിന്റെ ഇഷ്ടം എന്നോട് ഉണ്ടാകുമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ ദിക്ർ ചൊല്ലുമ്പോ നിന്റെ സ്നേഹം എന്നോട് തോന്നുമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. നിന്റെ സ്നേഹം എന്നോട് തോന്നിയാൽ അത് മതിയല്ലോ എന്റെ പാപം പൊറുക്കാൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു പുറത്തു തരട്ടെ. മനസ്സിൽ തട്ടി ഇത് നിങ്ങൾ ചൊല്ലിക്കോ. ഫഇന്നീ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, മനസ്സിൽ തട്ടി ഞാനിത് അല്ലാഹുവിലേക്ക് ഉന്നയിക്കുന്നുണ്ട് ജനങ്ങളെ. ഫീ കുല്ലി യൗമിൻ, ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല. എത്ര വട്ടമെന്നറിയുമോ? 100 മറ, 100 വട്ടമാ. ഔ അക്സറ മിൻ 100 മറ, ചിലപ്പോൾ 100 എന്നത് പിന്നെയും കൂടാറുണ്ട്. ഒരു ദിവസം ഒരു 100 മാത്രല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ 100ഉം വരാറുണ്ട്. അതായത് ആകെ 100 ചൊല്ലാവുന്നല്ല, ഞാൻ 100 എണ്ണമെങ്കിലും ചൊല്ലാറുണ്ട്, ചിലപ്പോൾ അതിൽ കൂടാറുണ്ട്. അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്, സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ 4 ദിക്ർ പറഞ്ഞു. 5ാമത്തെ ദിക്ർ കേട്ടോളൂ. ഫത്ഹുൽ ബാരിയിൽ കാണാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു സമിഅ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാറുണ്ട്, എന്റെ കൂടെ ചൊല്ലു, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി കേട്ടോ. ഇത് ഇത്തിരി നീളമുള്ള ദിക്റാ, ഇത് ഇത്തിരി നീളമുള്ള ദിക്റാ, വേണമെന്നുണ്ടെങ്കിൽ എഴുതി തരാം. അസ്തഗ്ഫിറുല്ലാഹ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. കൂടുതലുണ്ടോ? ഇല്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ദിക്ർ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫിൽ മജ്ലിസി, ഒരു സദസ്സിൽ വെച്ച്, ഖബലാൻ യഖൂമ, ആ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ്. എത്ര വട്ടമാണ് റസൂലുള്ളാഹി ചൊല്ലിയതെന്ന് ഞാൻ എണ്ണമെടുത്തു. 100 മറ, 100 വട്ടം, 100 വട്ടം, 100 വട്ടം ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. മഗ്ഫിറത്തിന്റെ പത്തിൽ നമുക്കൊന്ന് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടി ചൊല്ലിക്കോ. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ, ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. 5ാമത്തെ ദിക്ർ അതാണ്. ഇനി കേട്ടോളൂ. ഫത്ഹുൽ ബാരി തന്നെ പിന്നെയും പറയുന്നു, ഇബ്നു ഉമർ ബിലഫ്ദൻ ഇന്നാ കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസി, ഒരു സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലാറുള്ള ദിക്ർ ഞങ്ങൾ ഇടയ്ക്ക് എണ്ണി നോക്കാറുണ്ട്. ആ സമയം റസൂലുള്ളാഹി ചൊല്ലിയത് ഏത് ദിക്റാണെന്നറിയോ? ഞങ്ങൾ അന്ന് എണ്ണമെടുത്ത ദിക്ർ, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ. 100 മറ എണ്ണി വന്നപ്പോ അന്ന് റസൂലുള്ളാഹി ചൊല്ലിയത് 100 വട്ടം, അന്ന് ഹബീബ് ചൊല്ലിയത് 100 വട്ടം. ഇത് മുഴുവനും ഇസ്തിഗ്ഫാറിന്റെ ദിക്റുകളാ. ഒന്നുകൂടി പറയട്ടെ, ഇസ്തിഗ്ഫാറിന്റെ ദിക്ർ ചൊല്ലുമ്പോൾ അതിന്റെ കോഴ്സ് 100 എണ്ണമാണ്. ഏത് റിവായത്ത് നോക്കിയാലും 100 എണ്ണമാണ്. ഇപ്പോൾ പറഞ്ഞ 6ാമത്തെ ദിക്ർ, മഗ്ഫിറത്തിന്റെ 10ൽ 6ാമത്തെ ദിക്ർ ചൊല്ലിക്കോളൂ. റസൂലുള്ളാഹി ചൊല്ലിയതാ, റബ്ബിഗ്ഫിർലി, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ, വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ, അൻതത് തവ്വാബുൽ
ഗഫൂർ. 100 വട്ടം അല്ലാഹു നസീബാക്കട്ടെ. ചോദിച്ചാൽ പറഞ്ഞു തരാം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്തിനാണ് സഹോദര സഹോദരി അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ 100 എണ്ണമായത്? എന്താണത് 100 എണ്ണമാവാൻ കാരണമെന്നറിയുമോ? ഒരുപാട് മഹാന്മാർ ഇത് 100 എണ്ണമായതിന്റെ കാരണം പറയുന്നുണ്ട്. അന്ന തക്റാറ ഖൗല അസ്തഗ്ഫിറുല്ലാഹൽ അലീം തമറ ഫിൽ യൗം, ഒരു ദിവസം 100 എണ്ണം എന്ന രീതിയിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ചൊല്ലാൻ 100 എന്ന കണക്ക് പറയാൻ കാരണം യഉദ്ദു അഹദുൻ അക്ബറ അസ്ബാബി ജിൽബി വ തൗസിഅത്തി റിസ്ഖി, ഒരാളുടെ ജീവിതത്തിലെ ഇത് 100 എണ്ണം ചൊല്ലുന്ന അന്നത്തെ ദിവസത്തിലെ റിസ്ഖ് വിശാലമാവാൻ 100 എന്ന കണക്ക് അല്ലാഹു നിർണയിച്ചതാണെന്ന് മഹാന്മാർക്ക് ബോധ്യപ്പെട്ടതാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലിയാൽ ആ ദിവസത്തിലെ നമുക്ക് അല്ലാഹ് നിശ്ചയിച്ച റിസ്ഖിലെ വിശാലത ഉണ്ടാവാൻ അത് 100 എണ്ണമാണ് അതിന്റെ കണക്ക് എന്ന് മഹാന്മാർക്ക് ബോധ്യപ്പെട്ടതാണ്. അതിനവർ കണ്ടെത്തിയത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഹൂദിലെയും സൂറത്ത് നൂഹിലെയും ഒക്കെ ആയത്തുകളാണ്. قل تستغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നമ്മുടെ നിത്യജീവിതത്തിലെ ബറക്കത്തിന് വേണ്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 എണ്ണം ചൊല്ലിയാൽ അതിന്റെ ഫലം കാണാമെന്ന് ഖുർആന്റെ ആയത്തെടുത്ത് വെച്ചുകൊണ്ട് മഹാന്മാർ പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സൂറത്ത് ഹൂദിലെ ആയത്തുകൾ എടുത്ത് വെച്ചുകൊണ്ട്, സൂറത്ത് നൂഹിലെ ആയത്തുകൾ എടുത്ത് വെച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 100 എണ്ണം ചൊല്ലിയാൽ റിസ്ഖിൽ ബറക്കത്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വമിനൽ ജദീർ, പരീക്ഷിച്ച് അറിഞ്ഞ അറിവിൽപ്പെട്ടതാണ് ബിദ്ദിക്രി, ദിക്റുകൾ ചൊല്ലി പരീക്ഷിച്ചറിഞ്ഞ അറിവിൽപ്പെട്ടതാണ്. മഹാന്മാർ പറയുന്നു അന്നൽ ഹിർസ വൽ മുഹാഫളത അലൽ ഇസ്തിഗ്ഫാർ ഫീഹാ മാനും വലമാനുൻ നജാതി മിൻ അദാബിൻ വഇഖാബിൽ മൗലാ അസ്സ വജല്ല. എനിക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ 100 എണ്ണം ദിവസം മുടങ്ങൂല എന്ന ആർത്തി ഒരാൾക്കുണ്ടിയെങ്കിൽ, അങ്ങനെയാ പറഞ്ഞത്, എനിക്ക് ഇന്നത്തെ ദിവസം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ മുടങ്ങൂല എന്ന അത്യാഗ്രഹം, ഉത്കടമായ താല്പര്യം ഒരാൾക്കുണ്ടിയെങ്കിൽ, നല്ല താല്പര്യമുണ്ട്, എൻ്റെ അസ്തഗ്ഫിറുല്ലാഹ് 100 എണ്ണം ഇന്നും മുടങ്ങൂല, ഒന്ന് കൈ വെക്കൂ പതുക്കെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് നമ്മുടെ മരണം വരെ ഉണ്ടാവണം. എൻ്റെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ജീവിതത്തിൽ മുടങ്ങൂല. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെ ഓർക്ക, സ്നേഹം കൂടുമ്പോ ഉസ്താദുമായി ചേർന്നിരിക്കാൻ കിട്ടുമ്പോ ഉസ്താദ് ചൊല്ലാൻ ഏൽപ്പിക്കുന്ന ഒരു ദിക്റാണ് ഏത്? അസ്തഗ്ഫിറുല്ലാഹ്. സുബഹി കഴിഞ്ഞ് 100, മഗ്രിബ് കഴിഞ്ഞ് 100 ചൊല്ലിക്കോ എന്ന് ഉസ്താദ് പറയാറുണ്ട്. എല്ലാം അതിലുണ്ട്. ഇത് 100 എണ്ണം ചൊല്ലാൻ എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളില്ല അല്ലാ, ഞാനിത് മുടങ്ങൂല എന്ന ആർത്തി ഒരാൾക്ക് ഉണ്ടിയെങ്കിൽ, അങ്ങനെ ഒരു അത്യാഗ്രഹം ഒരാൾക്ക് ഉണ്ടിയെങ്കിൽ, അതിലൊരു സൂക്ഷ്മത ഒരാൾക്കുണ്ടിയെങ്കിൽ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമാനും വലമാനിൽ നിന്നജാ, അവന്റെ പരലോക വിജയം ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. അവന്റെ പരലോകം രക്ഷപ്പെടും, ഉറപ്പാണ്. നേരത്തെ പറഞ്ഞോട്ടെ, റസൂലുള്ളാഹി ചൊല്ലിയപ്പോ വാതൂബു ഇലൈഹി എന്നാ പറഞ്ഞത്, മനസ്സിൽ തെറ്റി ചൊല്ലണം. പതുക്കെ ചൊല്ലി, ആദ്യം ഒരു 10 എണ്ണം ചൊല്ലാൻ പറ്റുള്ളൂ. മനസ്സിൽ തെറ്റി അപ്പോഴേക്കും ഫോൺ വന്നു, ഹലാക്കെടുത്ത് വെക്കാം. ആ കുഴപ്പമില്ല, അതിൻ്റെ കൂടെ കൂട്ടാവുന്നത് എന്നെക്കാത്ത തവ്വാബുർ റഹീമിന്റെ കൂടെ കൂട്ടാം. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ നിർബന്ധമായിട്ടുണ്ടായാൽ മതി. അപ്പൊ എല്ലാ ഈ പറയപ്പെട്ട 6 ദിക്റുകളിലും ടച്ച് ചെയ്ത് വന്നു അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് പറഞ്ഞാൽ തന്നെ. നമ്മളീ പറഞ്ഞ 6 ദിക്റും ടച്ച് ചെയ്തു അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് പറഞ്ഞ. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ പരലോകത്ത് ശിക്ഷയിൽ ഒരാള് നിർഭയത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ 100 വട്ടം ചൊല്ലുക എന്നത് പരീക്ഷിച്ച് അറിഞ്ഞ അറിവാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്ത. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആർക്കാ ഇത് കഴിയാ എന്നറിയോ? നമ്മൾ പറയാറുണ്ടല്ലോ, പണമുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ, പണമുണ്ടായിട്ട് സക്കാത്ത് കൊടുക്കാൻ കഴിയാത്തവർ, സ്വതക്ക ചെയ്യാൻ കഴിയാത്തവർ, ഇല്ലാത്ത ഒരാള് ഉള്ളതിൽ തന്നെ വലുത് കൊണ്ടുവരുന്നു.
ആലോചിച്ചു നോക്കണേ, സ്വതക്ക മുടക്കാതെ ഇത് എല്ലാ റമദാനിക്കും കൊടുക്കാറുള്ളത് ഇത് മുടങ്ങണ്ടെന്നോർത്തിട്ടാ. എന്താണെന്ന് ആലോചിച്ചു നോക്കണേ. അതൊരു തൗഫീഖാ. ഹുനൈൻ യുദ്ധത്തിന്റെ ഫണ്ട് ശേഖരിക്കുമ്പോഴാണ് മഹാനായ ഹബീബായ നബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, ഫണ്ട് വേണം, ഓരോരുത്തർ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് മാറി നിന്ന് ചിരിച്ചത്. ഇന്ന് അബൂബക്കറിനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയും, ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കഴിയില്ല. കാരണം റസൂലുള്ളാഹി ആവശ്യപ്പെട്ട സംഖ്യ മുഴുവനും കൊടുക്കാൻ എന്റെ കയ്യിൽ, ഞാൻ ഒറ്റക്ക് വിചാരിച്ചാൽ എന്റെ കയ്യിലുള്ളതിന്റെ പകുതി മതി അത് മുഴുവനും കൊടുക്കാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് സ്വഹാബികൾ പലതും കൊണ്ടുവരുമ്പോൾ ഉമർ കൊണ്ടുവന്ന് വെച്ചത് റസൂലുള്ളാഹിയുടെ മുന്നിലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷം കൊണ്ട് ദുആ എന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് മാറി മാറി നോക്കുന്നുണ്ട്, ഒന്ന് പാളി നോക്കുന്നുണ്ട്. ഇനിയും ഒരു പ്രതീക്ഷ, ഇത് ക്ലോസ് ചെയ്യാനായില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകലേന്ന് പാഞ്ഞു പാഞ്ഞു വരികയാണ്. നബിയേ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, എന്റെ കയ്യിലുള്ള മുഴുവനും ഞാൻ കൊണ്ടുവരുന്നു നബിയേ. അബൂബക്കർ, അങ്ങയുടെ കുടുംബത്തിന് എന്താ ബാക്കി വെച്ചത്? എന്റെ കുടുംബത്തിന് ഞാൻ ബാക്കി വെച്ചത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാ. എന്താണ് കൊണ്ടുവന്നതെന്നറിയുമോ? വക്ക് പൊട്ടിയ ഒരു ചട്ടിയും കീറി തുന്നമ്പാടിയ ഒരു പുതപ്പും. ഇത് ഈ സദസ്സിൽ ലേലം ചെയ്താൽ എന്തെങ്കിലും കിട്ടിയാൽ അതാണ് എന്റെ കയ്യിൽ തരാനുള്ളത് നബിയേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഏറ്റവും വലിയ സദഖ അതാണെന്ന് ഖാല റസൂലുള്ളാഹി. അതൊരു തൗഫീഖാ, ഉള്ളിൽ തോന്നിയാൽ മതി. അല്പമാണ് കൊടുത്തതെങ്കിൽ പോലും അതാണ് അവിടുന്ന് പറഞ്ഞത്. എന്റെ സ്വഹാബികളെ നിങ്ങൾ കുറച്ച് കാണല്ലേ. ലാ തസുബ്ബൂ സ്വഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചെറുതായി കാണല്ലേ. സ്വഹീഹ് മുസ്ലിം. വലൗ അന്ന അഹദകും അൻഫഖൂ മിസ്ല ഉഹദ്, ഉഹദ് മലയോളം സ്വർണ്ണ കൂമ്പാരങ്ങൾ നിങ്ങൾ സദഖ ചെയ്താൽ, ഉഹദ് മലയോളം വരുന്ന സ്വർണ്ണ കൂമ്പാരങ്ങൾ നിങ്ങൾ സദഖ ചെയ്താൽ എന്റെ സ്വഹാബി കൊടുത്തതിനോളം എത്തൂല. വലാ നസീഫഹു, എന്റെ സ്വഹാബി കൊടുത്തതിന്റെ പകുതിയോളം എത്തൂല. എന്റെ സ്വഹാബി കൊടുത്തത് രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു വാളൻ, ഒരു കോരൽ ഗോതമ്പ, അതുപോലും പ്രതിഫലം കൊണ്ട് മുൻകടന്നതിനെ, അതുപോലും പ്രതിഫലം കൊണ്ട് മുൻകടന്നതിനോട് നിങ്ങളുടെ ഒരു സ്വർണ്ണ കൂമ്പാരം, ഉഹദ് മലയോളം വലിപ്പമുള്ള സ്വർണ്ണ കൂമ്പാരത്തിന്റെ സ്വദഖ എത്തൂല. വലാ നസീഫഹു, സ്വഹാബി കൊടുത്തത് ഇങ്ങനെ കൊടുത്തതോളം എത്തൂല, ഇങ്ങനെ കൊടുത്തോളം എത്തൂല. ഇതിന്റെ പകുതിയോളം, ഇങ്ങനെ കൊടുത്തതിന്റെ പകുതിയാണല്ലോ ഇങ്ങനെ കൊടുത്തത്. എന്റെ കയ്യിൽ നോക്ക്, ഇങ്ങനെ കൊടുത്തതിന്റെ പകുതിയാണ് എന്ത്, ഇങ്ങനെ കൊടുത്തത്. അത്ര കൊടുത്തൂല. ഉഹദ് മലയോളം സ്വദഖ ചെയ്ത ഈ ഇസ്തിഗ്ഫാർ ചെയ്യാന്ന് പറഞ്ഞ അതൊരു തൗഫീഖാ, അതൊരു തൗഫീഖാ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതൊരു തൗഫീഖ്. അതിനു വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തു. ആര്? ഈ 100 വട്ടം എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 വട്ടം മുടങ്ങാത്ത നബി അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തു. ഇബ്നു മാജ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു റസൂലുള്ളാഹി ദുആ ചെയ്യുന്നേ അത് മുടക്കട്ടെ അല്ലാഹ്. കേട്ടോളൂ ഹദീസ് عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم كان يقول اللهم اجعلني من الذين إذا أحسنوا استبشروا. അല്ലാഹുവേ, എന്നെ നീ ചേർക്കണേ, ജനങ്ങളിൽ കുറെ നല്ല ആളുകളുണ്ട്, അവരുടെ കൂടെ എന്നെ നീ ചേർക്കണേ എന്ന് ഖാല റസൂലുള്ളാഹി. ആ ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇദാ അഹ്സനൂ, അവരൊരു നല്ല കാര്യം ചെയ്താൽ, അഹ്സനു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്ത കാര്യം കൂലി ഉറപ്പുള്ള കാര്യാ. ഇഹ്സാൻ അൽ ഇഖ്ലാസു ഫിൽ ഇബാദ ഫിൽ അമൽ, ഇഖ്ലാസോട് കൂടി ചെയ്തതാണിത്. അല്ലാഹ് കബൂലാക്കുന്ന കാര്യം ചെയ്താൽ അല്ലാഹ് കബൂലാക്കുമെന്ന് നമുക്കൊരു തോന്നലുണ്ടാവാറുണ്ട്. ഒരാളും കണ്ടിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല,
ഞാനാ കൊടുത്തത് ഒരു പബ്ലിസിറ്റി അല്ല, അത് സ്വീകരിച്ചവന് എന്നോടൊരു ബഹുമാനം തോന്നണം എന്നതുമില്ല. നന്മയുടെ ഹരിതാപകാലത്തേക്ക് പിച്ചവച്ച ഒരുപാട് സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് കാണാനുണ്ട്. ചില ജീവിതങ്ങൾ നമുക്ക് പാഠമാ, ചില ജീവിതങ്ങൾ നമുക്ക് പാഠമാ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, അല്ലാഹുവേ, അവരെ നിന്റെ പരലോകത്ത് നീ പരിഗണിക്കണേ അല്ലാ. നിന്റെ സ്നേഹത്തിന്റെ ചേർത്ത് പിടിക്കൽ വേണമല്ലാ. അല്ലാഹുവേ, നിന്റെ സ്നേഹത്തിന്റെ ചേർത്ത് പിടിക്കൽ വേണമല്ലാ. പരകോടി സൃഷ്ടികൾക്ക് നീ നരകമോചനം കൊടുത്ത് സ്വർഗമുറപ്പ് വരുത്തുമ്പോ സാധുക്കളായ ഞങ്ങളെ നിന്റെ നരകമോചിതരിൽ ചേർക്കണേ അല്ലാ. ആലോചിച്ചു നോക്കണം, ഹബീബായ നബിയുടെ ഒരു ദുആ ഉണ്ട്. അല്ലാഹുവേ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കബൂലായി എന്ന് മനസ്സാക്ഷി പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ആത്മീയമായി ഉയരാൻ കഴിഞ്ഞ മഹത്തുക്കളിൽ റബ്ബേ എന്നെ നീ ചേർക്കണേ. അല്ലാഹുമ്മ ജഅൽനീ മിനൽ നദീന ഇദാ അഹ്സനൂ ഇസ്തബ്ശിറൂ. ആ ആലോചനയിൽ മനോമുഖരം തിങ്ങി നിൽക്കുമ്പോൾ ചുണ്ടിൽ വിടരുന്ന ഒരു പുഞ്ചിരിയുണ്ട്, ആ സന്തോഷത്തിൽ അടർന്നു വീഴുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അത് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ കഴിഞ്ഞ സുഹൃത ബാന്ധവത്തിലേക്ക് എന്റെ ജീവിതത്തെ നീ ചേർക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി വഇദാ അസാഉ, അബദ്ധം പിണഞ്ഞാൽ അല്ലാഹുവേ അതിന്റെ പേരിൽ ഇസ്തിഗ്ഫാറു, ഖേദപ്രകടനം നിന്റെ മുന്നിൽ ആത്മാർത്ഥതയുടെ അശ്രുക്കൾ പൊഴിഞ്ഞു വീഴുന്ന തൗബയായി, പശ്ചാത്താപമായി മഗ്ഫിറത്തിലേക്ക് മനസ്സ് തുടിക്കുന്നവരിൽ അല്ലാഹുവേ നീ എന്നെ ചേർക്കണേ എന്ന് ദുആറുന്നത് ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ, അമീനേ മുജ്തബ ഹബീബേ മുർത്തദ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആ പ്രാർത്ഥനയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ. ഇബ്നു മാജാ തങ്ങൾ അവിടുത്തെ സുനനിൽ ഇത് രേഖപ്പെടുത്തി. അപ്പോൾ പശ്ചാത്താപത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും മഹാന്മാർ പറയുന്നു അതിനു വേണ്ടി ആർത്തി വെക്കുകയും ചെയ്യാ എന്നത് പരലോക മോക്ഷത്തിനുള്ള ഒരു പ്രധാനമായ കാര്യമാണ്. അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു നസീബാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ഹലാലായ മുറാദ് ഹസ്സലാക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് കൊടുക്കുക അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യവും ബറക്കത്തും നൽകണേ അല്ലാ. പുണ്യ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്തണേ അല്ലാ. നീ പൊറുക്കാത്ത തെറ്റിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ നോമ്പുതുറയിലും മറ്റുമായി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റണേ അല്ലാ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് അല്ലാ, പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ ഞങ്ങളുടെ വാഹനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ നിന്റെ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ പൊന്നാര മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ നീ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ സാധുവായ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഭക്ഷണം നൽകുന്ന ഈ നാട്ടിൽ നീ ബറക്കത്ത് നൽകുക അല്ലാ. ആ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകുക അല്ലാ. ഒരാളുടെയെങ്കിലും ഒരുവറ്റ ആഹാരമോ ഒരിറക്ക് വെള്ളമോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, കുടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങളുടെ ആയുസ്സുള്ള കാലത്തോളം ആർക്കൊക്കെ വേണ്ടി എന്തെല്ലാം നന്മകൾക്ക് ഞങ്ങൾ ദുആരക്കുന്നുവോ ആ ദുആകളിലൊക്കെ ഞങ്ങൾക്ക് അന്നം തന്നവരെയും നീ ചേർക്കണേ അല്ലാ. കടപ്പാടുണ്ട് റബ്ബേ, കടപ്പാടുണ്ട് അല്ലാ.
അല്ലാഹുവേ സ്നേഹത്തിന്റെ ഒരു പുഞ്ചിരി ഞങ്ങൾക്ക് തന്ന് സന്തോഷിപ്പിച്ചവരിൽ അല്ലാഹുവേ നിന്റെ സ്നേഹത്തിന്റെ പുഞ്ചിരി കണ്ടവരെയും നീ സന്തോഷിപ്പിക്കണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ദീർഘായുസ് നിന്റെ മാർഗത്തിൽ ആഫിയത്തോടെ സന്തോഷത്തോടെ ഇസ്സത്തോടെ തരണേ അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സ്വഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.